നമസ്കാരം. ബ്ലസ്സിയുടെ ആടുജീവിതം തിയേറ്ററിലെത്തി വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചു. സിനിമയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ചുറ്റും നോക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. എനിക്കേതായാലും ആടുജീവിതം കാണാൻ കഴിഞ്ഞിട്ടില്ല, ഉടനെ കാണും. ഞാനിപ്പോൾ സിനിമയുടെ വിലയിരുത്തലിന് വേണ്ടി വന്നതല്ല. സിനിമയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഏറ്റവും രസകരമായൊരു ചർച്ച, രസകരം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു തോന്നിയാസം ചർച്ച എന്താണെന്ന് വെച്ചാൽ ആടുജീവിതം ഇസ്ലാമോഫോബിക്കാണ് എന്നുള്ള ചർച്ചയാണ്. നമുക്ക് മനസ്സിലാകാത്ത നിലയിൽ അതിനെ വ്യാഖ്യാനിച്ച് ഇസ്ലാം വിരുദ്ധമാക്കി മറ്റൊരു സാഹചര്യത്തിൽ പ്രതിഷ്ഠിക്കുന്ന കുറുക്കൻ്റെ ബുദ്ധിയുള്ള ചില ആളുകളുടെ പ്രയത്നമാണ് അതിൻ്റെ പിന്നിൽ. എന്നാൽ ഇസ്ലാമോഫോബിക്കാണോ ഈ ചിത്രം എന്നുള്ള ചർച്ചയ്ക്ക് ഗംഭീരമായൊരു മറുപടി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുക്കം ഖുറാൻ സ്റ്റഡി സെൻറ്ററിലെ ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമി നടത്തിയ പ്രതികരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇസ്ലാമോഫോബിക്കാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ വരുന്ന ഘട്ടത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ സഹായകരമായ ചില ആശയങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമിയുടെ ആശയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതിനുശേഷം മറ്റ് നിഗമനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ബെന്യാമിൻ്റെ ആടുജീവിതം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതൊരു ഇസ്ലാമോഫോബിയയായി ചിത്രീകരിക്കുന്നത് തെറ്റായ പ്രവണതയാണ്. ഒന്നാമത്, ബെന്യാമിൻ ഒരു വർഗീയ ലക്ഷ്യത്തോടെ എഴുതുന്ന ആളല്ല, അതുകൊണ്ട് അതിനെ നമ്മൾ അങ്ങനെ കാണേണ്ടതില്ല. രണ്ടാമത്, അത്തരം കാഴ്ചപ്പാടോടെ ബെന്യാമിൻ എഴുതിയ നോവലുമല്ല ആടുജീവിതം. ആ കാലഘട്ടത്തിലൊന്നും ആടുജീവിതം എന്ന നോവൽ, അതായത് അത് വായിച്ച കാലത്തൊന്നും ആ നോവൽ അങ്ങനെ വിലയിരുത്തപ്പെട്ടിട്ടുമില്ല. ഇനി ഇതിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാലോ? എന്നാലും അത്തരമൊരു വാദം നിലനിൽക്കില്ല. സത്യത്തിൽ ഈ നോവലിൽ പറയുന്ന കഥ ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ഇസ്ലാമിനെ വേണ്ടത്ര ഉൾക്കൊള്ളാൻ കഴിയാത്ത അറബികൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈ കഥയിലെ കഥാപാത്രമാക്കിയ നജീബ് നേരിട്ട് അനുഭവിച്ച കാര്യമാണ് നോവലിൽ പറഞ്ഞത്. അതാണല്ലോ സിനിമയായത്. അയാൾ ആ അനുഭവത്തിലൂടെ കടന്നുപോയി. ആശുപത്രിയിൽ അദ്ദേഹം കിടന്നപ്പോൾ പോയി കണ്ട് വിവരങ്ങൾ ശേഖരിച്ചാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന നോവൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരു കഥാതന്തു ലഭിച്ചപ്പോൾ ബെന്യാമിൻ അതൊരു മനോഹരമായ നോവലാക്കി മാറ്റി. ഖസാക്കിൻ്റെ ഇതിഹാസം എങ്ങനെയാണ് ഉണ്ടായത്? തൻ്റെ സഹോദരി ഉഷ ഒരു വിദ്യാലയത്തിൽ ജോലി ചെയ്ത കാലത്ത് ഒരാശുപത്രിയിൽ കിടന്നപ്പോൾ അവിടെ വെച്ച് വിജയൻ പരിചയപ്പെട്ട ഒരു മൊല്ലാക്കയിൽ നിന്നാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലേക്ക് നയിച്ച സാഹചര്യമുണ്ടായത്. അതുപോലെ ഒരു നല്ല കഥാതന്തു കിട്ടിയപ്പോൾ ബെന്യാമിൻ ആടുജീവിതം എഴുതി. അതിൽ നജീബ് എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി. അയാൾ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു കാട്ടറബി നജീബിനെ ഉപദ്രവിച്ചു എന്നത് ഒരു സത്യമാണ്. അതിന് അയാൾ ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അതിൻ്റെ പാകത്തിന് നിൽക്കുകയും ഇതിനെ ഒരു ഇസ്ലാമോഫോബിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും പാടില്ല. മാത്രമല്ല, അറബികളിൽ ഇങ്ങനെ ഇസ്ലാമിക സംസ്കാരം ഇല്ലാത്ത അറബികൾ ഇന്നും അറബ് നാടുകളിലുണ്ട്. അവർ ധാരാളം ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുമ്പോൾ അത് ഇസ്ലാമോഫോബിക്ക് എന്ന് പറയാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ഒരു കഥാകാരന് കിട്ടിയാൽ കഥാകാരൻ അത് നോവലാക്കുമെന്ന് ഉറപ്പല്ലേ? സംഭവിക്കാത്ത കാര്യങ്ങൾ പോലും കഥയും നോവലും സിനിമകളും ഒക്കെ ആക്കുന്നുണ്ട്. ലോകത്തിൽ ഇന്നിറങ്ങുന്ന പല സിനിമകളും അസംഭവ്യമായ കാര്യങ്ങളാണ് പറയുന്നത്. ജെയിംസ് കാമറൂണിൻ്റെ ഒക്കെ സിനിമകൾ കാണുന്നതല്ലേ? എന്നാൽ ഇത് അങ്ങനെ പോലുമല്ല. സംഭവ്യമായ ഒരു കാര്യം ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനോ എൻ്റർടൈൻമെൻ്റ് എന്ന നിലയിലോ ബെന്യാമിൻ അതിമനോഹരമായി എഴുതിയിരിക്കുന്ന നോവലാണ്. അതിന് നമ്മൾ അയാൾ മുസ്ലിങ്ങളെ മോശമാക്കുന്നു എന്നൊന്നും പറയാൻ പാടില്ല. രണ്ടാമത്തേത്, ബെന്യാമിനെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? ഈ കലാസൃഷ്ടിയെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? അറബികൾ നന്നാവുകയല്ലേ വേണ്ടത്? അവർ പൂർണ്ണമായി ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊള്ളുകയല്ലേ വേണ്ടത്? അല്ലാതെ ഇസ്ലാമോഫോബിക് എന്ന് എന്തിനാണ് പറയുന്നത്? പിന്നെ നജീബ് അടിമയല്ല. അടിമയാണെങ്കിൽ പോലും 100 വർഷം മുമ്പ് തന്നെ അടിമത്വം പൂർണ്ണമായി ഹറാമാണെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ ഫത്വ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല, അങ്ങനെ അടിമയാക്കി ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാളോട് അടിമയോട് പോലും ചെയ്യാത്ത വിധം കാടത്തരം കാട്ടിയ ഒരു നജീദിയൻ അറബി, ആ അറബിയെയാണ് ബെന്യാമിൻ ചിത്രീകരിച്ചത്. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകൾക്ക് അയാൾ അനുഭവിച്ച കഷ്ടപ്പാടിനെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ചെയ്തത്. അതിന് ബെന്യാമിൻ ഒരു കാരണക്കാരനായി. ആ നിലയ്ക്ക് മഹത്വമാർന്ന ഒരു കലാസൃഷ്ടിയുടെ സൃഷ്ടാവ് എന്ന നിലയ്ക്കുള്ള ബഹുമാനമാണ് ബെന്യാമിനോട് ഉള്ളത്. കണ്ടതിന് മുഴുവനും കൊളോണിയൻ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരോ ഡച്ചുകാരോ ചെയ്ത ഏതെങ്കിലും ഒരു ക്രൂരതയെ തന്നെ ഉദാഹരണമായി എടുക്കൂ. ഇന്നൊരു മുസ്ലിം നോവലിസ്റ്റോ ഒരു ഹിന്ദു നോവലിസ്റ്റോ അത് ചിത്രീകരിക്കുമ്പോൾ ഉടനെ അത് ക്രിസ്ത്യാനികളെ ഇകഴ്ത്തലാണ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണ് ഉണ്ടാവുക? അതുകൊണ്ട് ഇതൊന്നും ഇസ്ലാമോഫോബിയ അല്ല. കലാകാരൻ കൊണ്ടുവരുന്ന മഹത്തായ സൃഷ്ടികളെ,
കലയെന്ന നിലയിൽ മാത്രം നോക്കിക്കാണുകയാണ് അഭികാമ്യം എന്നാണ് ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമി അനിവാര്യമായ സാഹചര്യത്തിൽ ആരോഗ്യകരമായ ഒരു പ്രതികരണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ സിനിമയായാലും നോവലായാലും സിനിമയിലും നോവലിലും ഒക്കെ പലതരത്തിലുള്ള ഇസ്ലാമോഫോബിക്കായ കാഴ്ചപ്പാടുകൾ വരുന്ന സാഹചര്യമുണ്ട്. അത് പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ കാലഘട്ടത്തിൽ നടക്കുന്ന വലിയ ശ്രമങ്ങളുടെ ഭാഗമായി നടക്കുന്നുമുണ്ട്. എന്നാൽ അകാരണമായി അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്ന് സമൂഹം ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ സമൂഹം കയ്യോടെ സ്വീകരിച്ച് വാഴ്ത്തിയ ഒരു നോവലിനെ കുറിച്ച് ഗൂഢോദ്ദേശത്തോടെ പറയുന്നത് സാമൂഹ്യാരോഗ്യത്തിന് നല്ലതല്ല. അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ആവശ്യവുമാണ്. കാരണം അത്തരത്തിലുള്ള നീക്കങ്ങൾ ഗൂഢോദ്ദേശത്തോടെയാണ്, എന്തെങ്കിലും താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകും എന്നുറപ്പാണ്. പ്രത്യേകിച്ചും ആടുജീവിതം പോലെയുള്ള ഒരു നോവലിനെ കുറിച്ച് അത് ഇസ്ലാമോഫോബിക്കാണ് എന്ന പ്രചാരണം നടത്തുന്നത് ഗൂഢോദ്ദേശത്തോടെയാണെന്ന് വ്യക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഖാസിമിയുടെ പ്രതികരണം ശ്രദ്ധേയമാകുന്നത്. നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാക്കുന്നതിന് ഖാസിമിയുടെ പ്രതികരണം സഹായകരമാകും. ആടുജീവിതം വലിയ സ്വീകാര്യത നേടി മുന്നോട്ട് പോവുകയാണ്. ബ്ലസ്സിയും പൃഥ്വിരാജും യഥാർത്ഥത്തിൽ അതിലെ കഥാപാത്രത്തിലെ യഥാർത്ഥ നായകൻ നജീബും അടക്കം നാട്ടുകാരോടൊപ്പം ആഹ്ലാദ കണ്ണീർ പങ്കിടുന്നത് നമ്മൾ കണ്ടതാണ്. ആടുജീവിതം ഉത്തരോത്തരം മുന്നോട്ട് സഞ്ചരിക്കട്ടെ. നമുക്ക് സിനിമയായി തന്നെ സ്വീകരിക്കാം. നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള കലാസൃഷ്ടിയെ ആ നിലയിൽ തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാം. ആടുജീവിതത്തിന് ആശംസകൾ. നന്ദി, നമസ്കാരം.